നമസ്കാരം, ഗുരുകുല ഭാരതത്തിന്റെ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനിൽ. ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് വിഭാഗത്തിൽ കളക്റ്റീവ് നൗൺസ് ആൻഡ് സിമിലീസ് എന്ന പാഠഭാഗമാണ്. എല്ലാ മത്സര പരീക്ഷകളിലും പ്രത്യേകിച്ച് PSC പരീക്ഷകളിൽ ഈ ഭാഗത്ത് നിന്നും 2 മാർക്ക് ഉറപ്പായും നേടാൻ സാധിക്കുന്നതാണ്. ഇവിടെ പഠിപ്പിക്കുന്ന കളക്റ്റീവ് നൗൺസും സിമിലീസും പല ആവർത്തി കേൾക്കുക, ഹൃദ്യസ്ഥമാക്കുക. ഇംഗ്ലീഷ് വിഭാഗത്തിൽ ഈ പാഠഭാഗത്ത് നിന്നുമുള്ള മാർക്കുകൾ ഉറപ്പാക്കാൻ നിങ്ങൾ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കടക്കുന്നു. ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് കുറച്ച് കളക്റ്റീവ് നൗൺസ് പഠിക്കാം. ശ്രദ്ധിക്കുക. ആദ്യം എ ഡാഷ് ഓഫ് ഗ്രേപ്സ്. ഇങ്ങനൊരു ചോദ്യം വന്നാൽ അവിടെ എ ബഞ്ച് ഓഫ് ഗ്രേപ്സ് എന്നതാണ് ശരിയായ ഉത്തരം. അടുത്തത് എ ഡാഷ് ഓഫ് കീസ് എന്ന് വന്നാൽ അവിടെയും എ ബഞ്ച് ഓഫ് കീസ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്തത് നോക്കുക. എ ഡാഷ് ഓഫ് ഫ്രൂട്ട്സ് എന്ന് വന്നാൽ എ ബാസ്ക്കറ്റ് ഓഫ് ഫ്രൂട്ട്സ് എന്നതാണ് ശരിയായ ഉത്തരം. എ ഡാഷ് ഓഫ് ബേർഡ്സ് എന്ന് വന്നാൽ അവിടെ എ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അതുപോലെ തന്നെ എ ഡാഷ് ഓഫ് സ്റ്റെപ്സ് എന്ന് വന്നാലും എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്തത് നോക്കുക. എ ഡാഷ് ഓഫ് ഷീപ്പ് എന്ന് വന്നാൽ എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്ന് ഉപയോഗിക്കുക. അടുത്തത് എ ഡാഷ് ഓഫ് ഷിപ്സ്. ഇവിടെ എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. എന്നാൽ എ ഡാഷ് ഓഫ് ബോട്ട്സ് എന്ന് വന്നാൽ അവിടെ എ ഫ്ലോട്ട്ല ഓഫ് ബോട്ട്സ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്തത് നോക്കുക. എ ഡാഷ് ഓഫ് ഡോഗ്സ് എന്ന് വന്നാൽ എ പാക്ക് ഓർ കെന്നൽ ഓഫ് ഡോഗ്സ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്തത് നോക്കുക. എ ഡാഷ് ഓഫ് ഫോക്സസ് എന്ന് വന്നാൽ എ പാക്ക് ഓഫ് ഫോക്സസ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അതുപോലെ തന്നെ എ ഡാഷ് ഓഫ് ബോൾസ് എന്ന് വന്നാൽ അവിടെയും എ പാക്ക് ഓഫ് ബോൾസ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്തത് നോക്കുക. അവിടെയും എ ഡാഷ് ഓഫ് ജാക്കൽസ് എന്ന് വന്നാൽ അവിടെ എ പാക്ക് ഓഫ് ജാക്കൽസ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്തത് ശ്രദ്ധിക്കുക. എ ഡാഷ് ഓഫ് പെൻഗ്വിൻസ് എന്ന് വന്നാൽ എ റൂക്കറി ഓഫ് പെൻഗ്വിൻസ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. എ ഡാഷ് ഓഫ് ലയൺസ് എന്ന് വന്നാലോ എ പ്രൈഡ് ഓഫ് ലയൺസ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്തത് നോക്കുക. എ ഡാഷ് ഓഫ് ക്യാറ്റിൽ എന്ന് വന്നാൽ എ ഹെഡ് ഓഫ് ക്യാറ്റിൽ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അതുപോലെ തന്നെ എ ഡാഷ് ഓഫ് എലിഫൻസ് എന്ന് വന്നാലും എ ഹെഡ് ഓഫ് എലിഫൻസ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അതുപോലെ തന്നെ എ ഡാഷ് ഓഫ് ബഫലോസ് എന്ന് വന്നാൽ എ ഹെഡ് ഓഫ് ബഫലോസ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് നോക്കുക. എ ഡാഷ് ഓഫ് വുമൺ എന്ന് വന്നാൽ എ ബേബി ഓഫ് വുമൺ എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് നോക്കുക. എ ഡാഷ് ഓഫ് ഗേൾസ് എന്ന് വന്നാൽ അവിടെയും എ ബേബി ഓഫ് ഗേൾസ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്തത് നോക്കുക. എ ഡാഷ് ഓഫ് മൗണ്ടൻസ് എന്ന് വന്നാൽ എ ചെയിൻ ഓഫ് മൗണ്ടൻസ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. എ ഡാഷ് ഓഫ് റെസ്റ്റോറന്റ് എന്ന് വന്നാലോ അവിടെയും എ ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്തത് നോക്കുക. എ ഡാഷ് ഓഫ് പോയംസ് എന്ന് വന്നാൽ എ കളക്ഷൻ ഓഫ് പോയംസ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അതുപോലെ തന്നെ എ ഡാഷ് ഓഫ് ലിറ്റററി വർക്ക്സ് എന്ന് വന്നാൽ അവിടെയും എ കളക്ഷൻ ഓഫ് ലിറ്റററി വർക്ക്സ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അതുപോലെ തന്നെ എ ഡാഷ് ഓഫ് ഷോർട്ട് സ്റ്റോറീസ് എന്ന് വന്നാൽ അവിടെയും എ കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്തത് ശ്രദ്ധിക്കുക. എ ഡാഷ് ഓഫ് പീപ്പിൾ എന്ന് വന്നാൽ എ ക്രൗഡ് ഓഫ് പീപ്പിൾ എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് നോക്കുക. എ ഡാഷ് ഓഫ് റൈറ്റേഴ്സ് എന്ന് വന്നാൽ എ സ്കൂൾ ഓഫ് റൈറ്റേഴ്സ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അതുപോലെ തന്നെ എ ഡാഷ് ഓഫ് റൈറ്റേഴ്സ് എന്ന് വന്നാൽ അവിടെ എ മോബ് ഓഫ് റൈറ്റേഴ്സ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്തത് നോക്കുക. എ ഡാഷ് ഓഫ് ഫിഷ് എന്ന് വന്നാൽ അവിടെ എ സ്കൂൾ ഓഫ് ഫിഷ് അല്ലെങ്കിൽ എ ഷോൾ ഓഫ് ഫിഷ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്തത് നോക്കുക. എ ഡാഷ് ഓഫ് ക്ലൗഡ്സ് എന്ന് വന്നാൽ എ ക്ലസ്റ്റർ ഓഫ് ക്ലൗഡ്സ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അതുപോലെ തന്നെ എ ഡാഷ് ഓഫ് ഹൗസസ് എന്ന് വന്നാൽ എ ക്ലസ്റ്റർ ഓഫ് ഹൗസസ് എന്നുള്ളതാണ് അവിടെ ശരിയായ ഉത്തരം. അടുത്ത പ്രയോഗം നോക്കുക. എ ഡാഷ് ഓഫ് സ്റ്റാർസ് എന്ന് വന്നാൽ അവിടെ എ ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ് എന്ന് പറയാം, എ ഗാലക്സി ഓഫ് സ്റ്റാർസ് എന്ന് പറയാം, എ കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ് എന്ന് പറയാം. അടുത്തത് നോക്കുക. എ ഡാഷ് ഓഫ് സെയിലേഴ്സ്. ഇവിടെ എ ക്രൂ ഓഫ് സെയിലേഴ്സ് എന്നാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അടുത്തത് നോക്കുക. എ ഡാഷ് ഓഫ് ബുക്സ് എന്ന് പറഞ്ഞാൽ അവിടെ എ ബണ്ടിൽ ഓഫ് ബുക്സ് എന്ന് പറയാം, എ കളക്ഷൻ ഓഫ് ബുക്സ് എന്ന് പറയാം, എ ലൈബ്രറി ഓഫ് ബുക്സ് എന്ന് പറയാം, എ പൈൽ ഓഫ് ബുക്സ് എന്നും പറയാം. അടുത്തത് നോക്കുക. എ ഡാഷ് ഓഫ് സ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ എ ബണ്ടിൽ ഓഫ് സ്റ്റിക്സ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് നോക്കുക. എ ഡാഷ് ഓഫ് സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ അവിടെ എ ഹീപ്പ് ഓഫ് സ്റ്റോൺസ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് നോക്കുക. എ ഡാഷ് ഓഫ് സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ എ ബറാക്ക് ഓഫ് സോൾജേഴ്സ് എന്ന് പറയാം, എ ട്രൂപ്പ് ഓഫ് സോൾജേഴ്സ് എന്ന് പറയാം, എ കമ്പനി ഓഫ് സോൾജേഴ്സ് എന്ന് പറയാം, എ റെജിമെന്റ് ഓഫ് സോൾജേഴ്സ് എന്ന് പറയാം, എ ബറ്റാലിയൻ ഓഫ് സോൾജേഴ്സ് എന്ന് പറയാം, ആൻ ആർമി ഓഫ് സോൾജേഴ്സ് എന്നും പറയാം. അടുത്തത് നോക്കുക. എ ഡാഷ് ഓഫ് ഈവൻസ്. ഇവിടെ എ സീരീസ് ഓഫ് ഈവൻസ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് നോക്കുക. എ ഡാഷ് ഓഫ് ഡയറക്ടേഴ്സ്. ഇവിടെ എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം.
അടുത്തത് നോക്കുക, എ ഡാഷ് ഓഫ് ഷൂസ്. ഇവിടെ എ പെയർ ഓഫ് ഷൂസ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് നോക്കുക, എ ഡാഷ് ഓഫ് സ്റ്റുഡൻസ്. ഇവിടെ എ ക്ലാസ് ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ശ്രദ്ധിക്കുക, എ ഡാഷ് ഓഫ് ബേർഡ്സ്. ഇവിടെ എ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് നോക്കുക, എ ഡാഷ് ഓഫ് ഐലൻഡ്സ് എന്ന് പറഞ്ഞാലോ അവിടെയും എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് നോക്കുക, എ ഡാഷ് ഓഫ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ എ പാക്ക് ഓഫ് കാർഡ്സ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് നോക്കുക, എ ഡാഷ് ഓഫ് സിഗാർസ് എന്ന് പറഞ്ഞാൽ എ പാക്കറ്റ് ഓഫ് സിഗാർസ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് നോക്കുക, എ ഡാഷ് ഓഫ് പപ്പീസ് എന്ന് പറഞ്ഞാൽ എ ലിറ്റർ ഓഫ് പപ്പീസ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് നോക്കുക, എ ഡാഷ് ഓഫ് കിറ്റൻസ് എന്ന് പറഞ്ഞാൽ എ കിൻഡിൽ ഓഫ് കിറ്റൻസ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ശ്രദ്ധിക്കുക, എ ഡാഷ് ഓഫ് ജഡ്ജസ് എന്ന് വന്നാൽ എ പാനൽ ഓഫ് ജഡ്ജസ് എന്ന് പറയാം, അല്ലെങ്കിൽ എ ബെഞ്ച് ഓഫ് ജഡ്ജസ് എന്നും പറയാം. അടുത്തത് ശ്രദ്ധിക്കുക, എ ഡാഷ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് വന്നാൽ എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയാം, എ റീത്ത് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയാം, എ ഗാർലൻഡ് ഓഫ് ഫ്ലവേഴ്സ് എന്നും പറയാം. അടുത്തത് ശ്രദ്ധിക്കുക, എ ഡാഷ് ഓഫ് ഹേ എന്ന് വന്നാൽ എ സ്റ്റാക്ക് ഓഫ് ഹേ എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ശ്രദ്ധിക്കുക, എ ഡാഷ് ഓഫ് ട്രീസ് എന്ന് വന്നാൽ എ ക്ലംബ് ഓഫ് ട്രീസ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അപ്പം ഇത്രയും നേരം പറഞ്ഞ കളക്റ്റീവ് നൗൺസ് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ശരിയായ പ്രയോഗങ്ങൾ ശരിയായ രീതിയിൽ എങ്ങനെ എഴുതാമെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്തതായി കുറച്ച് സിമിലിസ് പരിചയപ്പെടാം. ശ്രദ്ധിക്കുക. ആദ്യം ആസ് വൈറ്റ് ആസ് ഡാഷ്. ആസ് വൈറ്റ് ആസ് സ്നോ എന്നാണ് പറയാറ്. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് ബ്ലാക്ക് ആസ് ഡാഷ്. ആസ് ബ്ലാക്ക് ആസ് കോൾ എന്ന് പറയും, ആസ് ബ്ലാക്ക് ആസ് പിച്ച് എന്ന് പറയും, ആസ് ബ്ലാക്ക് ആസ് ടാർ എന്ന് പറയാറുണ്ട്, ആസ് ബ്ലാക്ക് ആസ് ക്രോ എന്നും പറയാറുണ്ട്. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് റെഡ് ആസ് ഡാഷ്. നമ്മളിവിടെ ആസ് റെഡ് ആസ് ബ്ലഡ് എന്ന് പറയാറുണ്ട്, ആസ് റെഡ് ആസ് ഫയർ എന്ന് പറയാറുണ്ട്, ആസ് റെഡ് ആസ് റോസ് എന്ന് പറയാറുണ്ട്, ആസ് റെഡ് ആസ് ചെറി എന്നും പറയാറുണ്ട്. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് സ്വീറ്റ് ആസ് ഡാഷ്. ഇവിടെ ആസ് സ്വീറ്റ് ആസ് ഹണി എന്നാണ് പറയാറ്. അടുത്തത് ആസ് ബിറ്റർ ആസ് ഡാഷ്. ഇവിടെ ആസ് ബിറ്റർ ആസ് ഗാൾ എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ ആസ് ബിറ്റർ ആസ് ബിറ്റർ ഗാർഡ് എന്നും പറയാറുണ്ട്. ആസ് ഹാർഡ് ആസ് ഡാഷ്. ആസ് ഹാർഡ് ആസ് റോക്ക് എന്ന് പറയാറുണ്ട്, ആസ് ഹാർഡ് ആസ് ഡയമണ്ട് എന്നും പറയാറുണ്ട്. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് സോഫ്റ്റ് ആസ് ഡാഷ്. ആസ് സോഫ്റ്റ് ആസ് ഫെദർ എന്നാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് ഫെയർ ആസ് ഡാഷ്. ആസ് ഫെയർ ആസ് ലില്ലി എന്നാണ് ഉപയോഗം. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് മ്യൂട്ട് ആസ് ഡാഷ്. ആസ് മ്യൂട്ട് ആസ് ഫിഷ് എന്നുള്ളതാണ് ശരിയായ ഉപയോഗം. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് സൈലന്റ് ആസ് ഡാഷ്. ആസ് സൈലന്റ് ആസ് സ്റ്റാച്യു. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് ഫാസ്റ്റ് ആസ് ഡാഷ്. ആസ് ഫാസ്റ്റ് ആസ് ഡീർ എന്നും പറയാറുണ്ട്, ആസ് ഫാസ്റ്റ് ആസ് ചീറ്റ എന്നും പറയാറുണ്ട്. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് സ്ലോ ആസ് ഡാഷ്. ആസ് സ്ലോ ആസ് ടോർട്ടോയ്സ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് സ്വിഫ്റ്റ് ആസ് ഡാഷ്. ആസ് സ്വിഫ്റ്റ് ആസ് തോട്ട് എന്നും പറയാറുണ്ട്, ആസ് സ്വിഫ്റ്റ് ആസ് ലൈറ്റ്നിങ് എന്നും പറയാറുണ്ട്. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് ക്ലിയർ ആസ് ഡാഷ്. ആസ് ക്ലിയർ ആസ് ക്രിസ്റ്റൽ എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് ക്ലീൻ ആസ് ഡാഷ്. ആസ് ക്ലീൻ ആസ് ന്യൂ പിൻ എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് സ്ലിപ്പറി ആസ് ഡാഷ്. ആസ് സ്ലിപ്പറി ആസ് ഈൽ എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് പ്രൗഡ് ഓഫ് ഡാഷ്. ആസ് പ്രൗഡ് ഓഫ് പീകോക്ക് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് ടിമിഡ് ആസ് ഡാഷ്. ആസ് ടിമിഡ് ആസ് ഹെയർ എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് മീക്ക് ആസ് ഡാഷ്. ആസ് മീക്ക് ആസ് ലാംപ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് ഹാപ്പി ആസ് ഡാഷ്. ആസ് ഹാപ്പി ആസ് സ്കൈലാർക്ക് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് ആംഗ്രി ആസ് ഡാഷ്. ആസ് ആംഗ്രി ആസ് വാസ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് വീക്ക് ആസ് ഡാഷ്. ആസ് വീക്ക് ആസ് കിറ്റൺ എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് സ്ട്രോങ് ആസ് ഡാഷ്. ആസ് സ്ട്രോങ് ആസ് ലയൺ എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് ബിഗ് ആസ് ഡാഷ്. ആസ് ബിഗ് ആസ് മൗണ്ടൻസ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് സ്മാൾ ആസ് ഡാഷ്. ആസ് സ്മാൾ ആസ് ആൻഡ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് ഷുവർ ആസ് ആസ്. ഇവിടെ ആസ് ഷുവർ ആസ് ഡെത്ത് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് ബ്രൈറ്റ് ആസ് ഡാഷ്. ആസ് ബ്രൈറ്റ് ആസ് ദി സൺ എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് ക്ലവർ ആസ് ഡാഷ്. ആസ് ക്ലവർ ആസ് ക്രോ എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് നോക്കാം, ആസ് കണ്ണിങ് ആസ് ഡാഷ്. ആസ് കണ്ണിങ് ആസ് ഫോക്സ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് ലൈറ്റ് ആസ് ഡാഷ്. ആസ് ലൈറ്റ് ആസ് കോട്ടൺ എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് കോൾഡ് ആസ് ഡാഷ്. ആസ് കോൾഡ് ആസ് ഐസ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് കോമൺ ആസ് ഡാഷ്. ആസ് കോമൺ ആസ് ഡട്ട് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ശ്രദ്ധിക്കുക, ആസ് ഇന്നസെന്റ് ആസ് ഡാഷ്.
ആസ് ഇന്നസെന്റ് ആസ് എ ലാംബ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ശ്രദ്ധിക്കുക. ആസ് ലാർജ് ആസ് ഡാഷ്, ആസ് ലാർജ് ആസ് ലൈഫ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. ഈ പാഠഭാഗങ്ങൾ അധികമായി ഒന്നും വിശദീകരണം ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞു പോയത്. നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വാക്കുകളും ഈ പ്രയോഗങ്ങളും എല്ലാം ഹൃദയസ്ഥമാക്കി വെക്കുക. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്